നമസ്കാരം. ഭാരത് സ്റ്റേജ് 6 ശേഷം ഇപ്പോൾ ഭാരത് സ്റ്റേജ് 7 വരാൻ പോവുകയാണ്. അതുമാത്രമല്ല GST സ്ലാബുകളിൽ കാര്യമായിട്ടുള്ള സ്ലാഷ് ഇപ്പോൾ നടന്നിട്ടുണ്ട്. അതായത് GST റിഡക്ഷൻ കൃത്യമായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓട്ടോമൊബൈൽ ഫീൽഡിൽ തന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഈ ബേസ് പ്രൈസിന് മുകളിൽ റോഡ് ടാക്സ് വേണം എന്നുള്ള ആവശ്യം പല സ്ഥലങ്ങളിലായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. നമുക്കറിയാം എക്സ് ഷോറൂം പ്രൈസിന് മുകളിലാണ് ഇപ്പോഴും കേരളത്തിലൊക്കെ റോഡ് ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല E20 പെട്രോളിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഒരു ഫ്യൂൽ പമ്പിൽ പോയി അവിടെ ഞാൻ അന്വേഷിച്ച സമയത്ത് അവിടെ പ്രീമിയം പെട്രോൾ, അതായത് 95 ഒക്ടേൻ പെട്രോൾ ഇപ്പോൾ അവിടെ അവൈലബിൾ അല്ല, കമ്പനി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള സോഴ്സുകളില്ലാതെ എന്താണോ തരുന്നത് അത് വാങ്ങിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കസ്റ്റമേഴ്സ് എത്തിപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ GSTയുടെ വലിയൊരു റിഡക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കാർ ബുക്ക് ചെയ്ത ആളുകൾക്കൊക്കെ ഞാൻ ഈ ഒരു വിലയ്ക്ക് തന്നെ, അല്ലെങ്കിൽ GSTയുടെ ബെനിഫിറ്റ് എനിക്ക് കിട്ടുമോ, അതിനു മുമ്പ് ഞാൻ കാർ വാങ്ങേണ്ടി വരുമോ, എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ആശങ്കകൾ ഒരുപാടുണ്ട്. അതിനെ മുൻനിർത്തിക്കൊണ്ട് വിരലിലെണ്ണാവുന്ന കോളുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാടൊന്നും വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻ്റാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള ചെറിയ യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ പറയട്ടെ, GST ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഓട്ടോമൊബൈൽ ഫീൽഡിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. 2025 സെപ്റ്റംബർ 22 ശേഷമായിരിക്കും കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്. അതിനുശേഷം പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും മുൻനിര വാർത്താ ചാനലിലൂടെയൊക്കെ നമുക്കറിയാൻ കഴിയും. നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ഓരോ വാഹനങ്ങൾക്കും എത്രത്തോളം ഡിസ്കൗണ്ട് എന്നല്ല, അത് ഡിസ്കൗണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. GST പുതിയ സ്ലാബിലേക്ക് വരുമ്പോഴത്തേക്കും 28% നിന്നും 18% മാറുമ്പോഴത്തേക്കും നമുക്ക് എത്ര ലാഭം കിട്ടും എന്നുള്ളതിനെക്കുറിച്ചൊരു കണക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോ വാഹനം എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആകുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. കാരണം ആവർത്തന വിരസതയാണെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഒരുപാട് കോമൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ വീഡിയോസ് ഒരുപാട് കാണുമ്പോൾ എനിക്കും അത് തന്നെ തോന്നും. അപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ഓരോ വാഹനം എടുക്കുകയാണ്. ഇപ്പോൾ മാരുതി സുസുക്കിയുടെ സെലേറിയോ, അത് കഴിഞ്ഞിട്ട് മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോ, ഇഗ്നിസ്, പിന്നെ നിസാൻ്റെ മാഗ്നൈറ്റ്, ഇത്തരത്തിലുള്ള ഓരോ വാഹനം, സിട്രോൻ്റെ C3, ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഓരോന്നിനും എത്രത്തോളം കുറവ് വരും എന്ന് പറയുമ്പോഴത്തേക്കും അത് പലപ്പോഴും ആവർത്തന വിരസത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പീറ്റേഷനായിട്ട് വരുന്നു എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ചെയ്യാത്തത്. മിഡ് സൈസ് SUV വാഹനങ്ങളുടെ GSTയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് എത്രത്തോളം ലാഭം ലഭിക്കും എന്നൊരു കോണ്ടന്റ് നമ്മൾ തയ്യാറാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം കോണ്ടന്റുകളുടെ ആവശ്യകത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ അത് ഇടുന്നതായിരിക്കും. താരതമ്യേന ചെറിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ നിലനിൽക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, പല ആളുകളും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഇല്യൂമിനാറ്റി കോൺസെപ്റ്റിൽ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളല്ലല്ലോ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സൊസൈറ്റിയിൽ എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ ഭരണകൂടം, അതല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ സ്ട്രക്ചർ എന്താണ് നമുക്ക് നൽകുന്നത്, അത് വാങ്ങിച്ചെടുക്കുക, അത് ഉപയോഗിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിപ്പം ഇന്ത്യയിൽ നിന്നും വിട്ടിട്ട് അന്യരാജ്യങ്ങളിലേക്ക്, എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോയ ആളുകളൊക്കെ ഇപ്പോൾ അവിടെ സ്ട്രഗിൾ ചെയ്യുകയാണ്, നിലനിൽപ്പിന് വേണ്ടി തന്നെ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരല്ല, അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നൊരു ആംഗിളിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പം നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഫീൽഡാണ്. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഞാൻ ഇതിനെ കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പുറത്തേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് രക്ഷപ്പെട്ടു പോകാം എന്നുള്ള ആ കാഴ്ചപ്പാടൊക്കെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് BS4 വാഹനങ്ങൾ, ഇത്തരം വാഹനങ്ങളൊക്കെ കയ്യിൽ വെച്ചിരുന്ന ആളുകളൊക്കെ അതിനെ പൊന്നുപോലെ സൂക്ഷിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ കൊണ്ടു നടന്ന വാഹനങ്ങളൊക്കെ ആയിരിക്കും. യാതൊരുവിധ കംപ്ലൈൻറ്റും അത്തരം വാഹനങ്ങൾക്കൊന്നും താരതമ്യേന വളരെ കുറവാണ്. മികച്ച വാഹനമാണ്, അത്യാവശ്യം മൈലേജ് നൽകുന്ന വാഹനങ്ങളാണ്, നല്ല പിക്കപ്പുള്ള വാഹനങ്ങളാണ്. ബോഡി ക്വാളിറ്റി ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളെക്കാൾ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. വളരെ മൈനറായിട്ടുള്ള മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. സെൻസേഴ്സൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ, നാടൻ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈക്കിൾ ഷോപ്പിൽ കൊണ്ടുപോയാൽ പോലും നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ള രീതിക്കൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ വിറ്റ് കളഞ്ഞ ആളുകൾ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവരെന്തുകൊണ്ട് വിറ്റ് കളഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇറങ്ങുന്ന E20 പെട്രോൾ ഉപയോഗിച്ചതിന് ശേഷം വന്നിട്ടുള്ള കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. നല്ല വാഹനമാണ്, അതിനുപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഫ്യൂൽ ഇല്ല എന്നുള്ളൊരു പ്രശ്നം വലിയ പ്രശ്നമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്കതിനുള്ള അവകാശമില്ലേ? നോർമൽ പെട്രോളുണ്ട്, E20 പെട്രോളുണ്ട്, E10 പെട്രോളുണ്ട്, E27, E30 എന്തോ ആയിക്കോട്ടെ,
അതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള വില കിഴിവ് നൽകണം. E20-ക്കകത്ത് 20% എത്തനോളല്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കിഴിവ് നൽകണ്ടേ? കസ്റ്റമറിനൊരു ചോയ്സ് വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വാങ്ങി അടിക്കൂ. അറിഞ്ഞുകൊണ്ട് നമ്മൾ E20 അടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മുടെ ബാധ്യതയാണ്. ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള E20 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത്തരത്തിൽ റിഗ്രറ്റ് ചെയ്യുന്ന പല ആളുകളെയും എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്, അവരോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയാനുള്ളത്, ഇപ്പം GST പുതിയ സ്ലാബിലേക്ക് മാറാൻ പോവുകയാണ്. GST സ്ലാബിലേക്ക് മാറുക എന്ന് പറയുമ്പോഴത്തേക്കും അക്കൗണ്ടൻറ്റ്, അത് മാത്രമല്ല ഓഡിറ്റേഴ്സ്, ഇവർക്കൊക്കെ കാര്യമായിട്ടുള്ള തലവേദനയാണ് ഇനി വരാൻ പോകുന്നത്. ഇതൊക്കെ അറേഞ്ച് ചെയ്ത് ഇതിനെല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് ഇതിനെല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് ഹരിച്ച് കുണിച്ചൊക്കെ നോക്കി കൃത്യമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ബ്രെയിൻ വർക്ക് തന്നെ വേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുതിയ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടിയും വരും. അപ്പോൾ അതിനുള്ള ഒരു സമയം തീർച്ചയായിട്ടും സർക്കാർ കൊടുക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഞാനൊരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിന് ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് GST ബെനിഫിറ്റ് കിട്ടുമോ എന്നൊരു ചോദ്യം വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു മറുപടി മാത്രമാണുള്ളത്. നമ്മുടെ നാട്ടിൽ നമ്മളൊരു വാഹനം ബുക്ക് ചെയ്താൽ ചെയ്യുന്ന സമയത്ത് എന്താണോ അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് അതായിരിക്കണം എന്നില്ല നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോഴാണോ ബില്ല് പേ ചെയ്യുന്നത് അന്ന് എത്രയാണോ എക്സ് ഷോറൂം പ്രൈസ് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ കേസ്. നിങ്ങളിപ്പോൾ വാഹനം ഒരു 30,000 രൂപ കൊടുത്തു. 30,000 രൂപ കൊടുത്തു എന്ന് കരുതി അത് റീഫണ്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും കുറയ്ക്കത്തില്ല. അങ്ങനെ കുറയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമേ തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങളൊരു വാഹനം ബുക്ക് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ചാർജ് എടുക്കുമോ എന്നുള്ളത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു വാഹനം ബില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു GSTയുടെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും ലഭിക്കും. കാരണം GST മാറിയതിന് ശേഷമുള്ള പ്രൈസ് വരട്ടെ, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയത്ത് ഏറ്റവും ലീസ്റ്റായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വാഹന നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ഷോറൂമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ഡിസ്കൗണ്ട് ഓഫേഴ്സൊക്കെ പോകും എന്നുള്ളതാണ്. ഒരിക്കലും പോകത്തൊന്നുമില്ല. കാരണം 2025 മാനുഫാക്ചർ ചെയ്തൊരു വാഹനം 2026 ആകുമ്പോഴത്തേക്കും ഇയർ ബാക്കാണ്. ആ ഒരു സമയത്ത് എങ്ങനെ നോക്കിയാലും ഷോറൂമിൻ്റെ ഭാഗത്ത് നിന്നും നല്ല രീതിക്കുള്ള ഓഫേഴ്സൊക്കെ വരും. ഷോറൂമാർ ഒരിക്കലും പറയില്ല ഞങ്ങൾ ഓഫർ എടുത്ത് കളയില്ല എന്നുള്ളത്. അവരെപ്പോഴും പറയുന്ന അവരുടെ ഒരു പല്ലവി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ഈ ഒരു ഓഫർ കിട്ടത്തുള്ളൂ, ഇപ്പം മേടിച്ചാലേ ഓഫർ കിട്ടത്തുള്ളൂ, 2 ദിവസം കൊണ്ട് ഓഫർ തീരും, 15-ാം തീയതിക്കുള്ളിൽ ബുക്ക് ചെയ്തില്ലെങ്കിൽ 10,000 രൂപയുടെ ഓഫർ പോകും. ഇതെല്ലാം വെറുതെയാണ്. അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനേക്കാൾ കൂടുതൽ ഓഫർ വരും. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്നാണോ ബില്ല് ചെയ്യുന്നത് അന്ന് എത്ര രൂപയാണോ അതാണ് നിങ്ങൾ ഫൈനലായിട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾ ബുക്ക് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, വാഹനം വരട്ടെ. ഏറ്റവും ലേറ്റസ്റ്റ് മാനുഫാക്ചർ വാഹനം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങാൻ ശ്രമിക്കുക. അത് മാത്രമല്ല GSTയിലെ റിഡക്ഷന് പുറമേ തന്നെ ഷോറൂമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓഫേഴ്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. 2025 നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിക്കുള്ള ഓഫേഴ്സ് തീർച്ചയായിട്ടും ലഭിക്കും. ഷോറൂമുകാർ ഒരിക്കലും പറയില്ല. ഇനി അങ്ങോട്ട് വാഹനം വാങ്ങാൻ നല്ല കാലമാണ്. അത് മാത്രമല്ല ഒരുപാട് നല്ല ഓഫേഴ്സ് വരും. ഇപ്പോഴുള്ള ഓഫേഴ്സിനേക്കാൾ കൂടുതൽ ഓഫേഴ്സ് കമ്പനിയും അത് മാത്രമല്ല ഷോറൂമിൻ്റെ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്പനിക്ക് ഇവിടെ നഷ്ടമൊന്നുമില്ല. കമ്പനിയുടെ ബേസ് പ്രൈസ് കമ്പനിക്ക് ലഭിക്കും. ബേസ് പ്രൈസ് എന്ന് പറയുന്നത് കമ്പനി വാഹനം നിർമ്മിച്ച് അതിൻ്റെ ലാഭവും ചേർത്തിട്ടുള്ള ഒരു പ്രൈസാണ്. അതിന് മുകളിൽ സർക്കാർ ഈടാക്കുന്ന 28% GSTയിൽ നിന്നും അത് 18% ആകുന്നു എന്നുള്ളത്. അപ്പോൾ നഷ്ടം വരുന്നത് സർക്കാരിനാണ്. ആ ലഭിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് ഉപഭോക്താക്കൾക്ക് കൃത്യമായിട്ട് ചെന്നെത്തണം എന്ന് സർക്കാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനികൾ വില കൂട്ടുമോ എന്നുള്ളൊരു കാര്യം പേടിച്ച് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഷോറൂമിനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഷോറൂമുകാർക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കും. കാരണം അവർക്ക് എന്തായാലും ഈ നമുക്ക് കിട്ടുന്ന എക്സ് ഷോറൂം പ്രൈസിനേക്കാൾ താഴെയായിരിക്കും അവർക്ക് വാഹനങ്ങൾ ലഭിക്കുക എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷോറൂമിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ഓഫേഴ്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എന്തായാലും കേന്ദ്ര സർക്കാർ അവർ തന്നെയാണല്ലോ തീരുമാനിച്ചത് 28% നിന്നും 18% നികുതി മാറ്റം എന്നുള്ളത്. അപ്പോൾ അവിടെ വീണ്ടും എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംസ്ഥാന സർക്കാരുകൾക്ക്, ഇന്ത്യ ഒട്ടാകമുള്ള സംസ്ഥാന സർക്കാരുകൾക്ക് റോഡ് ടാക്സ് ഇനത്തിലും GST ഇനത്തിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.